ഗായ്സ്, അപ്പം നമ്മൾ കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ വ്ളോഗ്സൊക്കെ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ കുറേ നാളുടെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ആ മടിയൊക്കെ മാറ്റി കറക്റ്റ് ട്രാക്കിലേക്ക് വരണമെന്നുണ്ട്. അപ്പോൾ ഇത് പെരുന്നാളിൻ്റെ പിറ്റേന്നാണ്. നമ്മളിത് എൻ്റെ വീട്ടിലേക്ക് പോകാൻ പോകണം ഇന്നലെ. അപ്പോൾ അറക്കലിൻ്റെ ഭാഗമായിട്ട് ഭയങ്കര തിരക്കാറുണ്ട് ഇന്നലെ പോയില്ല. പിന്നെ ഞങ്ങൾ ഇന്നലെ ഒന്ന് കറങ്ങാനൊക്കെ പോയി ഉച്ചയായപ്പോഴേക്കും നമ്മൾ വീട്ടിൽ പോകാൻ പോവാണ്. നമ്മളിത് വഴിയിലാണ്. ആദ്യമുണ്ട്, ഞാനുണ്ട്, ഇക്കാക്കതെ ഫ്രൂട്ട്സ് മേടിക്കുന്നുണ്ട്. ബാക്കി കുറച്ച് മൈലാഞ്ചി ഒന്നും ഇട്ടില്ല, കാരണം കോൺസൊക്കെ എൻ്റെ വീട്ടിലായിരുന്നു. ഞാൻ ഇൻസ്റ്റയിൽ നിന്ന് ഓൺലൈനിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്തായിരുന്നു. പക്ഷേ ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ എടുക്കാൻ മറന്നുപോയി. അപ്പം ഇന്ന് ഞാൻ പറ്റാണെങ്കിൽ ഇടും. പക്ഷെ നഖത്തിലൊക്കെ ഞാൻ ഇട്ടായിരുന്നു. നന്നായിട്ട് സ്റ്റെയിൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ നമ്മൾ കടയിൽ നിന്ന് മേടിച്ച റംബൂട്ടാൻ നമ്മൾ ആ വഴിയിൽ വെച്ചിട്ട് നമ്മൾ പകുതി മുക്കാലും അകത്താക്കിയാണ് കക്കായും കൊച്ചും. കാരണം നല്ല മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ കുറേയൊക്കെ കഴിച്ചു. എനിക്ക് ഇവർക്ക് തൊണ്ട ഒളിച്ച് കൊടുക്കാൻ മാത്രമേ നേരം ഉണ്ടായുള്ളൂ. അതിന് ശേഷം നമ്മളിതാ 1 കിലോ കൂടെ മേടിച്ചിട്ടാണ് നമ്മൾ വീട്ടിൽ പോയത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വേറെ കാലി കവറായിട്ട് പോകേണ്ടി വരും. അതിനുശേഷം നമ്മൾ നേരെ പോയത് പെരുമ്പാവൂരിലുള്ള TMS മാളിലാണ്. അവിടെ ഹാദിനെ കുറച്ച് നേരം കളിപ്പിക്കാമെന്ന് ഓർത്ത് കയറിയതാണ്. അപ്പോൾ കയറിയപ്പോൾ അവന് ഭയങ്കര മടിയായിട്ട് അവൻ അവിടെ കുറേ നേരം നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഇക്കാക്കത് മെസ്സാജറിലൊക്കെ കയറാൻ വേണ്ടിയിട്ട് പോയി കയറി. അപ്പോൾ ഞാൻ ഇക്കാക്കോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് കാക്ക. അപ്പോൾ ഇക്കാക്ക പറഞ്ഞു ഓക്കെ സെറ്റാണെന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ഞാൻ തിരിച്ച് ഹാദിയുടെ അടുത്ത് വന്നപ്പോൾ ഹാദിനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇക്കാക്കായും കയറി അവനൊന്ന് സെറ്റാക്കി. അങ്ങനെ കുറേ നേരം തുള്ളി കളിക്കുന്നുണ്ടായിരുന്നു. അതിന് ശേഷം നമ്മൾ കാറിലും അതുപോലെ തന്നെ വേറെ 2 റൈഡ്സിലും കൂടെ ആദ്യം കയറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ വീട്ടിലേക്ക് വന്നപ്പോൾ നല്ല ചൂട് നെയ്ച്ചോറും ബീഫും അതുപോലെ തന്നെ പരിപ്പ് കറി എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ച് നമ്മൾ നേരെ ബാബുച്ചിയുടെ കടയിൽ നിന്ന് കോൺ ഐസ്ക്രീമും കഴിച്ച് കുറേ നേരം റെസ്റ്റ് എടുത്ത് അങ്ങനെ ഉമ്മച്ചിയുടെ വീട്ടിൽ പോയി. അവിടെ ചെന്നപ്പോൾ എൻ്റെ കസിൻ എനിക്ക് കയ്യിൽ മൈലാഞ്ചിട്ട് തന്ന്. അങ്ങനെ ഒരു കയ്യിലാണ് നമ്മൾ ഇട്ടുള്ളൂ, അതിനുള്ള ടൈം ഉണ്ടായുള്ളൂ. അങ്ങനെ ആദ്യ ഉറങ്ങിയായിരുന്നു. അവൻ ഉറക്കത്തിൽ നിന്ന് എണീച്ച് കുറച്ച് നേരം ഒരു വശക്കേടുണ്ടാകുന്നതൊക്കെ റെഡി ആയതിനു ശേഷം അവൻ കുറച്ച് നേരം സൈക്കിളൊക്കെ ചവിട്ടുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ റിട്ടേൺ വീട്ടിലേക്ക് വന്നു. അങ്ങനെ വീട്ടിലേക്ക് വന്നതിന് ശേഷം നമ്മൾ ഫുഡ് കഴിച്ചതായി ഉറങ്ങാൻ കിടക്കുകയാണ്. നമ്മുടെ കൈയുടെ സ്റ്റെയിനൊക്കെ ഇത്ര ആയിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ കുറച്ചായിട്ടുള്ളൂ. പക്ഷെ നല്ല സ്റ്റെയിൻ, അത്യാവശ്യം നല്ല സ്റ്റെയിൻ ആയിട്ടുണ്ട്. ഇന്ന് രാവിലെ ആവുന്നു നല്ല കളറാവുന്നു. ആദ്യം ഉറങ്ങാൻ പോണു ഗൈസ്. ബാവാവോ ബായ് പറ. ബായ് പറ. ബായ്.